നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. നമ്മൾ കഴിഞ്ഞുപോയ വെള്ളിയാഴ്ചയും ബുധനാഴ്ചയും തിലകൻ ചേട്ടൻ അജന്താലയം അജിത് കുമാറുമായി തിരുവനന്തപുരം ദൂരദർശനിൽ നടത്തിയ തുറന്ന മനസ്സോടെ എന്ന ദീർഘമായുള്ള അഭിമുഖത്തിൻ്റെ 2 ഭാഗങ്ങളാണ് കാണിച്ചത്. ഇന്ന് പറയുന്നത് അതിൻ്റെ 3-ാം ഭാഗമാണ്, അല്ലെങ്കിൽ അവസാന ഭാഗമാണ് എന്ന് പറയാം. അമ്മയുമായുള്ള പ്രശ്നം, ഫെഫ്കയുമായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഒക്കെ നമ്മൾ ആ 2 ഭാഗങ്ങളിൽ വിശദമായി പറഞ്ഞു. അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് പറയുന്നത്. എന്നെ ഒരുപാട് പേര് വിളിച്ചത് കണ്ടിട്ട്, അയ്യോ തിലകൻ ചേട്ടൻ ഇങ്ങനെയൊക്കെ കോമഡി ചെയ്യുമായിരുന്നു. അവൻ ഇങ്ങനെയൊക്കെയാണ് പുള്ളിയുടെ ജീവിതത്തിലെ കോമഡികൾ. എന്ത് പറയുന്നു എന്ന് പുള്ളിക്ക് തന്നെ അറിയില്ല. ആര് പറഞ്ഞാലും പുള്ളി അത് വിശ്വസിക്കും. അതിൻ്റെ ശത്രുവാക്കി മാറ്റുന്നത് തിലകൻ ചേട്ടൻ്റെ ജോലിയായിരുന്നു. എല്ലാം വിശ്വസിക്കും പുള്ളിയെ കൊണ്ടൊന്ന് കെടിയിലാക്കുകയാണെന്നും പലപ്പോഴും പുള്ളിക്ക് തന്നെ അറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞു തോന്നുന്നു, ഈ അമ്പലപ്പുഴയിലൊരു നാടക സംഘം ഉണ്ടാക്കിയ ഒരു CPI-ക്കാർ, ഈ ബൈപ്പാസൊക്കെ കഴിഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങളിലിരിക്കുന്ന ആ മനുഷ്യനെ രാത്രി ഉറക്കം വിളിച്ച് നാടകം കളിക്കാനെ കൊണ്ട്, ചേട്ടാ നാടകം സിനിമ ഇല്ലെങ്കിലും നമ്മൾ നാടകം കളിച്ച് ജീവിക്കുമെന്ന് കാണിക്കണം ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് വീണ്ടും തകിടം പറിച്ചു. പക്ഷേ ഈ പറഞ്ഞ CPI നേതാവടക്കം, അല്ലെങ്കിൽ എറണാകുളത്തുള്ള മറ്റേ വിഗും റോസ്ബോർഡും ഉണ്ടക്കണ്ണുമുള്ള സത്യസന്ധനായ സത്യവാൻ, അയാളൊക്കെയാണ് തിലകൻ ചേട്ടൻ കൊണ്ടു കിടന്നത്. നല്ല ഗുഡ് ബുക്കിലുള്ള ആളുകൾ, ഫസ്റ്റ് പാർട്ടികളാണ് തിലകൻ ചേട്ടൻ കൊണ്ടു കിടന്നത്. ഇപ്പോൾ ഞാൻ എന്തെങ്കിലും തിലകൻ ചേട്ടനെ കുറിച്ച് പറഞ്ഞാൽ എന്നെ ആ ചെയ്തളയും പൂര ചെയ്തളയും മറ്റു ചെയ്തളയും എന്നൊക്കെ പറഞ്ഞൊരു ചെറുക്കം നടപ്പട്ടല്ലോ. എടാ നീയൊക്കെ സ്വന്തം തന്ത കുറച്ചു കാലം കൊണ്ട് ജീവിച്ചിരിക്കുക. ആ അമ്പലപ്പുഴയിലെ CPI നേതാവിനോട് ഒരു വാക്ക് പറയാത്തത്, നിങ്ങളെല്ലാം കൂടെ കൊണ്ടുവന്ന് എൻ്റെ അച്ഛനെ കൊളവാക്കരുതേ, നേരത്തെ പറഞ്ഞു വിടരുതേ ജീവിതത്തിൽ എന്ന് പറയാനുള്ള നട്ടലുറപ്പ് കാണിക്കാത്തവനാണ് തിലകൻ ചേട്ടനെ ഒരുപാട് ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന എന്നെ ഞൊട്ട ഇറങ്ങിയിരിക്കുന്നത്. കഷ്ടം. നമസ്കാരം. അമ്മയുടെ പേര് രണ്ടാനമ്മ എന്നാക്കണമെന്നും ഗണേഷ് കുമാർ പക്വതയില്ലാത്ത മുലകുടി മാറാത്ത ആളാണെന്നും 2000 രൂപ കൈനീട്ടം തരുന്നു അമ്മ എന്ന് കരുതി ഞാൻ പറയാനുള്ളതൊക്കെ പറയുമെന്നും നെടുമുടി വേണു കണ്ണടച്ച് പാല് കുടിച്ചാൽ ആരും കാണില്ല എന്ന് വിചാരിക്കരുതെന്നും ഹിസൈനസ് അബ്ദുള്ളയിലെ ഉദയവർമ്മ തമ്പുരാൻ എനിക്ക് വേണ്ടി ലോഹി എഴുതിയതാണെന്നും അതിന് നെടുമുടി വേണു വെട്ടിപ്പിടിച്ചതാണെന്നും തിരുവനന്തപുരത്തെ സിനിമയിലെ നായർ ഗ്രൂപ്പ് എന്നെ ഒതുക്കാൻ കമ്മിറ്റി വിളിച്ചെന്നും ട്രിവാൻഡ്രം ക്ലബ്ബിൽ സംവിധായകൻ ഇരിക്കാൻ കസേര കൊടുക്കാത്ത സൂപ്പർ താരമാണ് ദിലീപെന്നും ഇവിടുത്തെ സൂപ്പർ താരങ്ങൾ ഒറ്റക്കെട്ടാണെന്നും മമ്മൂട്ടിയോട് സുരേഷ് ഗോപിക്കും മുരളിക്കും വിരോധമുള്ളത് എനിക്കറിയാമെന്നും പിന്നെ ഫാൻസിനെ വച്ച് എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ജാതി പറയേണ്ടി വന്നാൽ ഞാൻ പറയുമെന്നും ഉടയോണിൽ മോഹൻലാലിൻ്റെയും തിലകൻ്റെയും പേര് വച്ച് ബ്രോഷർ അടിച്ച ശേഷം എന്നെ ഒഴിവാക്കിയെന്നും സാംസ്കാരിക മന്ത്രി എന്നെ സഖാവായിട്ടു ഇടപെട്ടില്ല എന്നും ഞാൻ സെറ്റുകളിൽ അസിസ്റ്റൻ്റായി സ്ത്രീകളെ കൊണ്ടുവരുന്നതാണ് മമ്മൂട്ടിക്ക് എന്നോടുള്ള വിരോധമെന്നും ഞാൻ സെറ്റിൽ മദ്യപിക്കും, എല്ലാവരും മദ്യപിക്കുകയും പരസ്ത്രീ ബന്ധമുള്ളവർ ആണെന്നും ദേവരാജൻ എന്നെ അനാവശ്യമായി KPAC നാടക ട്രൂപ്പിൽ വെച്ച് ചോദ്യം ചെയ്തെന്നും ഭാര്യ ഗർഭിണിയായിരുന്നപ്പോൾ വേറൊരു നടിയെ പ്രണയിച്ചത് ദേവരാജൻ പ്രശ്നമാക്കിയെന്നും 40 വർഷം എൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കാത്തവനാണ് ഞാനെന്നും ഞാൻ ആരെയും വിവാഹം കഴിച്ചിട്ടില്ല എന്നും ഒക്കെയാണ് കഴിഞ്ഞ 2 ഭാഗങ്ങളിൽ പറഞ്ഞത്. ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിരുന്നതാണെന്ന് വെച്ചാൽ, യൂട്യൂബല്ലേ, 1-ാമത്തെ 2-ാമത്തെ എപ്പിസോഡ് കാണാത്ത ഒരാൾ 3-ാമത്തെ എപ്പിസോഡ് കാണാൻ വരുമ്പോൾ ഇത് പറഞ്ഞില്ല എങ്കിൽ ഇങ്ങനെയൊക്കെ തിലകൻ ചേട്ടൻ പറഞ്ഞിരുന്നു എന്ന് അവരറിയില്ല. അപ്പോൾ അങ്ങനെ അവർ 2-ാമത്തെയും 1-ാമത്തെയൊക്കെ എപ്പിസോഡ് തിരക്കി പോയി കാണട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനിത് പറഞ്ഞത്. അത്രയും വിശദീകരിച്ച് ഇവിടെ പറയാൻ അതാണ് കാരണം. യൂട്യൂബിൻ്റെ ഒരു പ്രശ്നമാണത്.
ഒന്നാം ഭാഗമോ രണ്ടാം ഭാഗമോ കാണാത്തവർ മൂന്നാം ഭാഗം ആദ്യം കണ്ടാൽ ചിലപ്പോൾ കാര്യങ്ങൾ പിടികിട്ടാതെ പോകാം. അതാണ് ഇത്രയും വിശദമാക്കാൻ കാരണം നമുക്ക് അവസാന എപ്പിസോഡിലേക്ക്, മൂന്നാം എപ്പിസോഡിലേക്ക് കടക്കാം. അജന്താലയം ചോദിച്ചു, പ്രതിഫല കാര്യത്തിൽ വളരെ കർക്കശ സ്വഭാവക്കാരനാണോ തിലകൻ? വളരെ കുറച്ച് പ്രതിഫലം വാങ്ങുന്ന ആളാണ് ഞാൻ, അത് ചുമ്മാ പറഞ്ഞതാണ്. അത് മുഴുവൻ കിട്ടണമെന്ന് എനിക്ക് നിർബന്ധമാണ്. അടൂർ ഗോപാലകൃഷ്ണന് ഒരിക്കൽ പ്രതിഫലം തിരിച്ചു കൊടുത്തിരുന്നു. ഞാനും എൻ്റെ അമ്മയും കൂടിയിരുന്ന് ഒരു സിനിമ കണ്ടു, അടൂർ ഗോപാലകൃഷ്ണൻ്റെ മതിലുകൾ. അതിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. സിനിമ തുടങ്ങാൻ പോകുമ്പോൾ അടൂർ വന്ന് ഒരു ചെക്ക് കൈ തന്നു. എല്ലാവരും പുള്ളിയുടെ വീട്ടിൽ ചെന്നാണ് കാണുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് അങ്ങോട്ട് പോകുമ്പോൾ അടുത്ത് വന്ന ആളാരെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അത് തുറന്ന് നോക്കിയപ്പോൾ, കാരണം അടൂരിൻ്റെ പ്രതിഫലം പടം റിലീസ് ചെയ്ത ശേഷമാണ് കൊടുക്കണേ. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ എന്തോ ഒരു ഉണ്ണിത്താനുണ്ട്. ആ ഉണ്ണിത്താനൊക്കെയാണ് ഈ പൈസ കൊണ്ടൊന്ന് ചെക്കും ക്യാഷ് കൊണ്ട് കൊടുക്കാറെന്നാണ് എനിക്കറിയാവുന്നത്. വൗച്ചർ ഒപ്പിട്ട് വാങ്ങിച്ചിട്ട് പോകും. അടൂർ തന്നെ ചെന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ കൊണ്ടുകൊടുത്ത കവർ തുറന്ന് നോക്കിയപ്പോൾ 10,000 രൂപയുടെ ഒരു ചെക്കാണ്. 1970 ഞാൻ വാങ്ങിയിരുന്ന തുകയാണിത്. 1970 ഞാൻ 10,000 രൂപ ശമ്പളം വാങ്ങിയിരുന്നു എന്നാണ് തിലകൻ ചേട്ടൻ അടിക്കുന്ന ഗുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ചെക്ക് അടൂരിന് മടക്കി കൊടുത്തു. 1972 ഉദയയുടെ ഗന്ധർവ ക്ഷേത്രത്തിലാണ് ഒരു ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ വേഷത്തിൽ ആദ്യമായി തിലകൻ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നത്. അങ്ങേയറ്റം പോയാൽ ഈ 1972 ഗന്ധർവ ക്ഷേത്രത്തിൽ അഭിനയിച്ചതിന് അങ്ങേയറ്റം പോയാൽ ഉദയയിൽ നിന്ന് ഒരു 100 രൂപ കിട്ടിയിരിക്കും. അത് കിട്ടിയാൽ തന്നെ മഹാഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. 53 വർഷം മുമ്പാണ്. പിറ്റേ വർഷം 1973 തിലകൻ്റെ മാനസഗുരുവായ PJ ആൻ്റണി സംവിധാനം ചെയ്ത പെരിയാറിലൊരു വേഷം ചെയ്തു. PJ ആൻ്റണിയോട് 10,000 രൂപ ചോദിച്ചാൽ അപ്പം ഇറക്കി വിടും കക്ഷി. ഒരുത്തരും ചോദിക്കില്ല, അതാണ് സത്യം. കുറച്ച് പട്ടച്ചാരായും കിട്ടിയിരിക്കാം, അല്ലാതെ 10,000 രൂപ സ്വപ്നങ്ങളിൽ മാത്രമേ തിലകൻ കാണാൻ പറ്റൂ. 1973 KG ജോർജിൻ്റെ ഉൾക്കടൽ എന്ന് പറഞ്ഞ സിനിമയിൽ രാഹുലൻ എന്ന് പറഞ്ഞ വേണുനാഗവള്ളിയുടെ ക്യാരക്ടറിൻ്റെ അച്ഛൻ്റെ വേഷമാണ് തിലകൻ ചേട്ടൻ ചെയ്തത്. അങ്ങേറ്റം പോയ തിലകൻ ചേട്ടൻ ഒരു 1000 രൂപ ജോർജ് സാർ കൊടുത്തിരിക്കും. ആശാനെ ഇതേ ഉള്ളൂ, ഇരിക്കട്ടെ എന്നുകൊണ്ട് കൊടുത്തു കാണും. 1981 KG ജോർജിൻ്റെ കോലങ്ങൾ എന്ന് പറഞ്ഞ പടത്തിൽ അദ്ദേഹം അഭിനയിച്ചു. പിറ്റേ വർഷം നാടക കമ്പനി മുതലാളിയായ വക്കിച്ചനായി യവനികയിൽ. അതിൽ പോലും ഇപ്പോൾ അതിൻ്റെ നിർമ്മാതാവ് ഹെൻറി ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്, വേണമെങ്കിൽ ചോദിക്കാൻ വിളിച്ച്. അങ്ങേ അറ്റം പോയാൽ ജോർജ് സാർ ഒരു 5,000 രൂപ വാങ്ങിച്ചോളാൻ പറഞ്ഞു കാണും. ആശാനെ ഒരു 5,000 വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞു കാണും. യവനികയിലെ ത്രൂ ഔട്ട് വേഷം ശ്രദ്ധേയമായി. അവിടെ മുതൽ ചിലപ്പോൾ ഈ പറഞ്ഞ 10,000 രൂപ വാങ്ങിയിരിക്കാം. അല്ലാതെ 1970 ഞാൻ വാങ്ങി 10,000 വെച്ചെന്നൊക്കെ പറഞ്ഞത് ചുമ്മയാണ്. 1980 നായകനായി തകർത്തഭിനയിക്കുന്ന കാലത്ത് ജയൻ്റെ പ്രതിഫലം 40,000 രൂപയായിരുന്നു എന്നത് ഇവിടെ ഓർക്കണം. നായാട്ടിലൊക്കെ അഭിനയിച്ചതിന് 40,000 രൂപയാണ്. അപ്പോൾ ജയൻ സൂപ്പർ സ്റ്റാറാണ്, തിലകൻ ചേട്ടൻ ഒരു ചുക്കുമല്ല. അപ്പോൾ ഒരു പടത്തിലെ നായകന് 40,000 കിട്ടുന്ന കാലത്ത് എനിക്ക് 10,000 രൂപ അന്ന് റേറ്റായിരുന്നു. ഇങ്ങനത്തെ ഗുണ്ടാണ്. നിർദോഷമാണെങ്കിലും ഇതുപോലുള്ള ഒരുപാട് ഗുണ്ടുകളടിക്കും തിലകൻ ചേട്ടൻ. ആരും തിരിച്ചു ചോദിക്കില്ല, കാരണം അടിക്കുക ദേഷ്യപ്പെടുക ചെയ്താലും ചീത്ത വിളിച്ചാലോ എന്ന് വിചാരിച്ച് ആരും കേട്ടോണ്ട് തലയാട്ടിക്കൊണ്ടു പോകും. അത് ശരിയെന്ന് പറയും. മതിലുകളാകുമ്പോഴേക്കും നല്ല പ്രതിഫലം വാങ്ങുന്ന സ്വഭാവ നടനായി തിലകൻ മാറിയിരുന്നു. അതും നമ്മളിവിടെ ഓർക്കണം. ഉള്ളതുപോലല്ലേ പറയാൻ പറ്റൂ. അടൂരിൻ്റെയും അരവിന്ദൻ്റെയും ഒക്കെ സിനിമകളിൽ അവർ ക്ഷണിച്ചിട്ട് ആരെങ്കിലും സഹകരിക്കുമ്പോൾ സൂപ്പർ താരങ്ങൾ പോലും സ്വന്തം ചെലവിൽ മുന്തിയ ഹോട്ടലുകളിൽ താമസിക്കുകയാണ് പതിവ്. കാരണം അല്ലെങ്കിൽ ഏതെങ്കിലും വീടെടുത്ത് കൊടുത്തിട്ട് ഒരു മുറിയിൽ മിക്കവാറും നിലത്ത് കിടന്നോളാൻ പറയും. ഇപ്പോൾ വാസ്തുഹാരാധന പടത്തിന് ബംഗാളിൽ പോയിട്ട് മോഹൻലാലിന് അരവിന്ദൻ സാർ ചെയ്യുന്ന അല്ലെങ്കിൽ അരവിന്ദൻ ചെയ്യുന്ന പടത്തിൻ്റെ സ്റ്റാൻഡേർഡ് വെച്ചുള്ള ഒരു ഹോട്ടലിൽ താമസിക്കാൻ പറ്റില്ല. അപ്പോൾ അയാളൊരു സ്റ്റാർ ഹോട്ടലിൽ താമസിച്ചിട്ട് ആ ബില്ല് അയാൾ പേ ചെയ്തു. ഇത് മമ്മൂട്ടിയും ചെയ്തിട്ടുണ്ട് അടൂരിൻ്റെ പടങ്ങൾക്ക് വരുമ്പോൾ.
ഇവിടെയൊക്കെ സിനിമയിൽ ഒരു ചെറിയ വേഷം കൊതിക്കുന്നവരെ ഇവർ നന്നായി മുതലെടുക്കും എന്ന് ഞാൻ പറയും. അത് ജി അരവിന്ദനായാലും ശരി, അടൂരായാലും ശരി, ആ ജനിസിൽപ്പെട്ടവരെല്ലാം മുതലെടുക്കും എന്ന് പറയും. കാരണം ഇവരുടെ ഒരു പടത്തിൽ അഭിനയിക്കുക എന്നുള്ളത് പലരുടെയും സ്വപ്നമായിരിക്കും. പ്രതിഫലം പോട്ടെ, നല്ല ആഹാരമോ നല്ല മുറിയോ പോലും കിട്ടില്ല. ചിലവ് കുറച്ച് സിനിമ പിടിക്കുന്നവരാണല്ലോ ഇവർ. എന്നാൽ പടം മത്സരിച്ച് കിട്ടുന്ന തുകയും വിദേശത്ത് മാർക്കറ്റ് ചെയ്തും ഈ പറയുന്ന സംവിധായകന്മാർ ലക്ഷങ്ങൾ നേടിയെടുക്കുമെന്നത് രഹസ്യമായ ഒരു പരസ്യമാണ്. അപ്പോൾ അതെന്തായാലും ചോദിച്ചു, ഇപ്പോൾ എത്ര പ്രതിഫലം? 2.5 ലക്ഷം. ഇപ്പോൾ ഞാൻ കൂട്ടി, പ്രതിഫലം കൂട്ടിയിരുന്നു. ഇപ്പോൾ ഞാൻ 5 ലക്ഷമൊക്കെ വാങ്ങിക്കും. ഇവിടം സ്വർഗമാണ്, ദ്രോണ, പിന്നെ ഇപ്പോൾ ഞാൻ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പടം എല്ലാം 5 ലക്ഷമാണ് പ്രതിഫലം. ആ ഇംഗ്ലീഷ് പടത്തിന് ഡാം 999 എന്ന് പറഞ്ഞ പടത്തിന് ഞാൻ 8 ചോദിച്ചു, 7 തന്നു. 7 ലക്ഷം രൂപ കൊടുത്തു, അഭിനയിച്ചില്ല എങ്കിൽ പോലും. അടൂർ 10,000 തന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് ഫൈനൽ സെറ്റിൽമെൻ്റ് ആണോ? അപ്പോൾ അടൂർ പറഞ്ഞു, അതെ, ഇനി മേലിൽ എന്നെ പടത്തിൽ വിളിക്കരുത്. അമ്മ അത് കേട്ട് എന്നെ വഴക്ക് പറഞ്ഞു. എൻ്റെ അച്ഛൻ കാശിൻ്റെ കാര്യത്തിൽ കാർക്കശ്യമുള്ള ആളായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാനും കാർക്കശ്യമുള്ള ആളാണ് എന്നാണ് തിലകൻ ചേട്ടൻ പറയുന്നത്. അച്ഛന് നാടകത്തിൽ പോകുന്നത് ഇഷ്ടമായിരുന്നോ? അച്ഛന് നാടകം ഇഷ്ടമായിരുന്നു. എൻ്റെ നാടകം കണ്ടിട്ട് അച്ഛൻ പറഞ്ഞു, അവൻ കൊള്ളാമെന്ന്. താങ്കളുടെ പെൺമക്കളുടെ വിവാഹം ആർഭാടപൂർവമാണല്ലോ നടത്തിയത്. ആർഭാടം എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ ആഗ്രഹമായിരുന്നു അത്. എൻ്റെ പെൺമക്കൾക്ക് ആഭരണം ഇട്ടുകൊടുത്താണ് ഞാൻ കല്യാണം നടത്തിയത്. ഞാനില്ലാതായാൽ അവർക്ക് സാമ്പത്തിക ആശ്രയമെങ്കിലും ഉണ്ടാകട്ടെ എന്ന് കരുതിയാണ് ഈ സ്വർണ്ണാഭരണം എല്ലാം ഇട്ടുകൊടുത്തത്. മമ്മൂട്ടി സ്വർണം വാങ്ങിച്ചു കൊടുത്ത് പലരുടെയും കല്യാണം നടത്തുന്നുണ്ടല്ലോ, അത് മുതലാളിത്തമാണ്. ഏത്? തിലകൻ ചേട്ടൻ്റെ മക്കൾക്ക് ഇടുന്നത് അവർക്കൊരു കരുതലിന് വേണ്ടിയാണ്. പക്ഷേ നിർദ്ധനരായ ആൾക്കാർക്ക് ഇടുന്ന മമ്മൂട്ടി ഫ്രീ ആയിട്ട് ഇട്ട് കൊടുക്കുന്ന സ്വർണം മുതലാളിത്തമാണ്. ഇതാണ് തിലകൻ. ഒരു ജോഡി കമ്മലും ഒരു മാലയും അങ്ങേറ്റം 2 വളയും വാങ്ങിക്കൊടുക്കാൻ പാങ്ങില്ലാത്ത ഏതെങ്കിലും നിർദ്ധനരായ പെൺകുട്ടികൾക്ക് മനസ്സലിവ് തോന്നി മമ്മൂട്ടി വാങ്ങിക്കൊടുത്താൽ അത് മുതലാളിത്തമായി കാണുന്ന മഹാനായിരുന്നു കക്ഷി. ഇപ്പോൾ 300-ലധികം പാവപ്പെട്ട മനുഷ്യർക്ക് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ അർഹരായവരാണ് എന്ന് ബോധ്യപ്പെട്ടാൽ തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയുള്ള നിംസ് മെഡിസിറ്റിയുമായിട്ട് ചേർന്ന് മമ്മൂട്ടി 100% സൗജന്യമായിട്ട് ബൈപ്പാസ് ചെയ്തു കൊടുക്കുന്നുണ്ട്. മലയാളിക്ക് അക്കാര്യം അറിയാമോ എന്നെനിക്കറിയില്ല. ഹൃദയപൂർവ്വം എന്നാണ് അതിൻ്റെ പേര്. മമ്മൂട്ടി ഫാൻസ് വഴിയോ മമ്മൂട്ടി വഴിയോ നിംസ് ആശുപത്രി നേരിട്ട് ചെന്നോ, ഞാനൊരു പാവപ്പെട്ടവനാണ് അല്ലെങ്കിൽ പാവപ്പെട്ടവളാണ്, എൻ്റെ ഹാർട്ടിന് പ്രോബ്ലം ഉണ്ട്, ചികിത്സിക്കാൻ നിവൃത്തിയില്ല എന്ന് എഴുതി കൊടുത്താൽ ആ അപേക്ഷ അവർ പരിഗണിച്ച് സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കും. അക്കാര്യം തിലകൻ ചേട്ടൻ അറിയാമോ എന്ന് എനിക്കറിയില്ല, എങ്കിലും പറഞ്ഞാൽ അത് ബൂർഷ്വ ചിന്താഗതിയാണെന്ന് പറഞ്ഞാൽ, മുതലാളിത്തം സ്വർണത്തിൻ്റെ പറഞ്ഞ പോലെ അതൊരു ബൂർഷ്വ ചിന്താഗതിയല്ലേ എന്ന് പറയും. മദ്രാസിൽ കോടികൾ വിലമതിക്കുന്ന വസ്തുവകകൾ സമ്പാദിച്ച മകൻ ഡോക്ടറായ നടിയാണല്ലോ സുകുമാരിയമ്മ. അവർക്ക് കിട്ടിയ കാശെല്ലാം അനാവശ്യമായി ദൂർത്തടിച്ച് തീർത്ത ആളല്ല സുകുമാരിയമ്മ. അവരെയും സിനിമയിലൊരു സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു, പ്രശസ്തനായ ഷായി കൈലാസിൻ്റെയൊക്കെ പടത്തിൻ്റെ സ്ഥിരം ആളായിരുന്നു സുനിൽ ഗുരുവായൂർ. പക്ഷേ അയാൾ സിനിമയിൽ നിന്ന് കിട്ടിയ കാശ് മുഴുവൻ വെറുതെ വെള്ളമടിച്ചുമൊക്കെ തീർത്തു, വേറെ പല പരിപാടികളും ചെയ്ത് തീർത്തു ആ പൈസ. സിനിമയിൽ ചാൻസ് ഇല്ലാതെയായി കൊറോണ കാലം വന്നപ്പോൾ. മമ്മൂട്ടിയും നിംസും കൂടി നടത്തുന്ന ഈ സൗജന്യ ബൈപ്പാസ് ആ പദ്ധതിയിലൂടെ സുകുമാരിയമ്മയ്ക്കും സുനിൽ ഗുരുവായൂരിനും ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും തിലകൻ ചേട്ടൻ അറിയില്ല എന്ന് തോന്നുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ ഈ അഭിമുഖത്തിൽ അതിനെയും തെറി പറഞ്ഞനെ. അത്ര ഒരു മാനസികാവസ്ഥയ്ക്ക് അടിമപ്പെട്ടു പോയ മനുഷ്യനായിരുന്നു തിലകൻ ചേട്ടൻ.
അടുത്തതാണ് രസകരമായ ചോദ്യം. എന്തായാലും ചോദിക്കേണ്ടത്, ഹോളിവുഡിലെ പ്രശസ്തനായ സംവിധായകനുണ്ടല്ലോ സ്പിൽബർഗ്, അദ്ദേഹം ചെയ്ത പുതിയൊരു പടത്തിലേക്ക് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി താങ്കളുടെ ഫ്ലാറ്റിൽ വന്നിരുന്നോ? സ്പിൽബർഗേ തിലകൻ ചേട്ടൻ്റെ ഫ്ലാറ്റിൽ ചെന്നിരുന്നോ എന്നാണ് ഏതായാലും ചോദിക്കണേ. ഈ ചോദ്യം എന്നോട് മമ്മൂട്ടിയും ചോദിച്ചിട്ടുണ്ട്. അവിടുന്നായിരിക്കണം താങ്കളും ഇതറിഞ്ഞത്. അടൂർ ഗോപാലകൃഷ്ണൻ്റെയോ അരവിന്ദൻ്റെയോ അസിസ്റ്റൻ്റ് ഡയറക്ടറായി വർക്ക് ചെയ്തിരുന്ന ഒരു മനുഷ്യൻ എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞു, സ്പിൽബർഗ് ഫ്ലാറ്റിലേക്ക് വരികയാണ് എന്ന്. എനിക്ക് പരമായ സംശയം, ഉറപ്പായിട്ടും ഇതും ആരോ തിലകൻ ചേട്ടനെ പറ്റിച്ചതായിരിക്കാം, അല്ലെങ്കിൽ തിലകൻ ചേട്ടൻ ഗുണ്ടടിച്ചതായിരിക്കാം. തോന്നലുകളിൽ ജീവിച്ച മനുഷ്യനായിരുന്നല്ലോ തിലകൻ ചേട്ടൻ. കേരളം എന്നൊരു സംസ്ഥാനം ഇന്ത്യയിലുണ്ടെന്നോ, അവിടെ അരവിന്ദൻ, അടൂർ എന്നൊക്കെ പേരുള്ള സംവിധായകർ, മനോഹരമായ സിനിമകൾ എടുക്കുന്ന സംവിധായകരുണ്ടെന്നോ, മറ്റൊരു ഫോർമാറ്റിൽ സിനിമ എടുക്കുന്ന സ്പിൽബർഗിന് അറിയാമോ എന്ന് എനിക്കറിയില്ല. അയാൾ ആർട്ട് ഫിലിമിൻ്റെ ഒന്നും ആളല്ലല്ലോ. അദ്ദേഹം തനി കച്ചവട സിനിമയല്ലേ എടുക്കണം, വലിയ ബ്രഹ്മാണ്ഡമായ കച്ചവട സിനിമകളല്ലേ എടുക്കണേ. അദ്ദേഹത്തിന് അടൂരിൻ്റെയും അരവിന്ദൻ്റെയൊക്കെ ദാരിദ്ര്യ പടങ്ങളൊന്നും അറിയാൻ വഴിയില്ല, കേരളമേ അറിയാൻ വഴിയില്ല. അപ്പോഴാണ് അദ്ദേഹം അഭിനയിപ്പിക്കാനായിട്ട് PRS ഫ്ലാറ്റിൽ ചെന്ന് തിലകൻ ചേട്ടനെ കാണാൻ ചെന്നത്. ഇനി അഥവാ അറിയാമെന്ന് വെച്ചാലും അവിടുത്തെ സിനിമ എടുക്കുന്നവർ ഇവിടെ സീരിയലിന് നായികയെ തപ്പിപ്പോകുന്നത് പോലെ തെണ്ടി തിരിഞ്ഞ് ആളെ പിടിക്കുന്നവരല്ല. അതെങ്കിലും മിനിമം തിലകൻ ചേട്ടൻ മനസ്സിലാക്കണമായിരുന്നു. സ്റ്റോറി ബോർഡ് ഉണ്ടാക്കി, സ്കെച്ച് ഇട്ട്, കഥാപാത്രത്തിൻ്റെ രൂപരേഖകൾ വരച്ച്, ഒരുപാട് വഴികളിലൂടെയുള്ള ചർച്ചകൾ കഴിഞ്ഞ് ഉറപ്പിച്ച ശേഷം കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന വിഭാഗത്തെ ഏൽപ്പിക്കും. അല്ല സംവിധായകനല്ല ഇവിടുത്തെ പോലെ അന്വേഷിച്ച് കിടക്കണേ. ഓരോ പെൺപിള്ളേരെയും വിളിച്ച് വരുത്തി, അല്ലെങ്കിൽ അവളെ വളർത്തി എന്നിട്ട് വിട്ടുവീഴ്ചയൊക്കെ ചെയ്യുമോ? എങ്കിൽ എൻ്റെ നായികയാക്കാം, മഞ്ജുവാരാക്കി തരാം, വരുമോ, കിടക്കുമോ എന്നൊന്നും ചോദിക്കുന്നവരൊന്നും അല്ല വിദേശത്തുള്ളവർ. അവർക്ക് അവർ മനസ്സിൽ കാണുന്ന ഒരു കഥാപാത്രത്തിനെ സ്കെച്ചിട്ട് അതിൻ്റെ ഒരു വലിയ ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് ക്യാമറമാനായിട്ടും പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടും ഒക്കെ ചർച്ചകൾ കഴിഞ്ഞിട്ട് അത് കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഡയറക്ടറേക്കാൾ പവർഫുള്ളായ കാസ്റ്റിംഗ് ഡയറക്ടറെ ഏൽപ്പിക്കുകയാണ് ചെയ്യണം. അവരാണ് ക്യാരക്ടറുകളെ കണ്ടുപിടിക്കുന്നത്. അത് എന്താ പറയുക, തിലകൻ ചേട്ടൻ അറിഞ്ഞൂടാ. ഈ സംവിധായകൻ ഇപ്പോൾ സ്പിൽബർഗ് പറയുന്ന അനുസരിച്ച് പറ്റിയവരെ കണ്ടെത്തി ഡേറ്റും പ്രതിഫലവും ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ നിശ്ചയിക്കുന്നത്. അത് തന്നെ വർഷങ്ങളുടെ പ്രോസസ്സാണ്. അല്ലാതെ മറ്റന്നാൾ തുടങ്ങുന്ന പടത്തിന് ഇന്ന് അന്വേഷിച്ച് വരെയൊന്നുമില്ല. തിലകൻ ചേട്ടൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇവിടുത്തെ സിനിമകൾ, ഇവിടെ പോലും ഇപ്പോൾ എങ്ങനെയാണ് ചെയ്യണേ, ഒരു സിനിമയുടെ വർക്ക്ഷോപ്പും കുന്നും കുറച്ചൊക്കെ ആയിട്ട് ഇപ്പോഴത്തെ പുതിയ പിള്ളേർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 6 മാസം 1 വർഷമൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് സിനിമ ഷൂട്ടിംഗ് തുടങ്ങുന്നത്. ഷൂട്ടിംഗ് തുടങ്ങിയാൽ 2 വർഷം കഴിഞ്ഞിട്ടാണ് പടം റിലീസ് ചെയ്യുന്നത്. തിലകൻ ചേട്ടൻ വന്ന കാലത്തുള്ള സിനിമയൊക്കെ മാറി. KG ജോർജൊക്കെ ചെയ്തിരുന്ന കാലവും ഫോർമാറ്റും ഒക്കെ മാറിയെന്ന് പോലും തിലകൻ ചേട്ടൻ അറിഞ്ഞുകൂടാത്തതാണ് ഈ ഇൻ്റർവ്യൂവിൽ ഇതൊക്കെ വച്ചടിക്കുന്നത്. കാസ്റ്റിംഗ് ഡയറക്ടർ നിശ്ചയിച്ചാൽ ഡയറക്ടർക്ക് ആ കഥാപാത്രത്തെ മാറ്റാൻ പോലും കഴിയില്ല. ചെറിയ തിരുത്തലുകൾ പോലും അയാൾ അറിയാതെ പറ്റില്ല. അവിടെയാണ് സ്പിൽബർഗ് തിലകൻ ചേട്ടനെ തേടി ഫ്ലാറ്റിൽ അന്വേഷിച്ച് തന്നത്. സ്പിൽബർഗൊക്കെ ഇന്ത്യയിൽ വന്നാൽ കേരളത്തിലെ പത്രങ്ങളിൽ വലിയ വാർത്തയാകും. ഇന്ത്യയിൽ എവിടെയെങ്കിലും സ്പിൽബർഗ് വന്നാൽ, അല്ലെങ്കിൽ അയാളുടെ ഒരു പടത്തിൻ്റെ ഒരു സീൻ എടുക്കാനായിട്ട് ചിത്രീകരണം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളിലും വലിയ വാർത്തയാവും. അവിടെയാണ് ഇന്ത്യയിൽ ആരും അറിയാതെ തലസ്ഥാനത്തെ അംബുജവിലാസ റോഡിലെ PRS ഫ്ലാറ്റിൽ തിലകനെ തേടി സ്പിൽബർഗ് ചെന്നത്. ഞാൻ മൊട്ടയടിച്ചിരിക്കുന്ന സമയത്താണ് സ്പിൽബർഗ് വന്നത്. അദ്ദേഹം എൻ്റെ തലയിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. കൂടെ വന്ന ആളാണ് എന്നോട് സംസാരിച്ചത്. അതെനിക്ക് തോന്നുന്നു മിക്കവാറും ഈ പറഞ്ഞ അസിസ്റ്റൻ്റ് ഡയറക്ടർ പരിചയപ്പെടുത്തിയെന്ന് പറഞ്ഞില്ല, അടൂരിൻ്റെ അരവിന്ദൻ്റെ ആരോ, അയാളായിരിക്കും സംസാരിച്ചത്. മറ്റേ ആൾ സംസാരിക്കുന്നില്ല എന്ന്. സംസാരിക്കണ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള ഭാഷ അറിയണ്ടേ. അടൂരിൻ്റെ അസോസിയേറ്റ് എന്ന് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥൻ കൂടി ആയിരുന്ന മീര സാഹിബാണ്. അരവിന്ദൻ്റെ അസോസിയേറ്റ് ആയിരുന്നത് പിന്നീട് നടനൊക്കെ ആയി മാറിയ സുധീഷോ അങ്ങനെ ആരോ ആണ്. തിലകൻ പറയുന്നില്ല ഇത്തവണത്തെ ഫിലിം ഫെസ്റ്റിവലിന്, തിലകൻ ആളിനെ പറ്റി പറയുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ അടുത്ത ആഴ്ച തുടങ്ങാൻ പോകുന്ന ഫിലിം ഫെസ്റ്റിവലിൽ ഈ 2 പേരും മിക്കവാറും അവിടെ ഉണ്ടാവും. അവരിലാരെങ്കിലും കാണുകയാണെങ്കിൽ ഞാൻ ഇക്കാര്യം തിരക്കാം. ഇത്രയും പൊതുവിജ്ഞാനമില്ലാത്ത പൊട്ടനാണോ ദിനേശനെന്ന് അവർ പറഞ്ഞ് ചിരിക്കുമായിരിക്കും.
ഏയ് മീര സാറേ, നിങ്ങൾ ഈ സ്പിൽബർഗിനെയും കൊണ്ട് തിലകൻ ചേട്ടൻ്റെ വീട്ടിൽ പോയിരുന്നോ? അല്ലെങ്കിൽ സുധീഷേ, നിങ്ങൾ ഒരു കഥാപാത്രം ചെയ്യാനായിട്ട് സ്പിൽബർഗിൻ്റെ കൂടെ ഫ്ലാറ്റിൽ ചെന്ന് ഇദ്ദേഹത്തെ കണ്ടിരുന്നു എന്ന് ചോദിച്ചാൽ അവർ സത്യമായിട്ട് അവർ വിചാരിക്കും ഒരു ജനറൽ നോളജ് ഇല്ലാത്തൊരു പൊട്ടനാണ് ദിനേശൻ. എന്നാലും ഞാൻ ചോദിക്കാം, ആകപ്പാടെ പറയാവുന്നത് തിലകനെ പോലെ സ്പിൽബർഗിനും 6 മക്കളുമുണ്ട്, 2 ഭാര്യമാരുമുണ്ട്. സ്റ്റീവൻ അലൻ സ്പിൽബർഗിനും ഉണ്ടായിരുന്നു. തിലകൻ ചേട്ടനായിട്ട് ആകപ്പാടുള്ളൊരു സാമ്യം. അമേരിക്കൻ ഇംഗ്ലീഷ് ആയതിനാലാകണം തിലകൻ മലയാളത്തിൽ സംസാരിച്ചതും അതുകൊണ്ടായിരിക്കണം. നമുക്ക് വിഷയത്തിലേക്ക് വരാം. തല മൊട്ടയടിച്ചിരിക്കുന്നതിൽ തന്നെ നോക്കിയിരുന്നിട്ട് ഒന്നും മടിക്കാതെ സ്പിൽബർഗ് ചോദിച്ചു, മിസ്റ്റർ തിലകൻ, നിങ്ങളെ സെലക്ട് ചെയ്തിരിക്കുന്നു. എന്ത് പറയാനെന്നേ, ഒരക്ഷരം നോക്കിയില്ല. തലമുടിയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട്, തലയിൽ നോക്കിക്കൊണ്ടിരുന്നിട്ട്, മൊട്ടയടിച്ചിരിക്കുന്ന തലയിൽ മാത്രം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട്, മിസ്റ്റർ തിലകൻ, നിങ്ങളെ ഞാൻ ഫിക്സ് ചെയ്തിരിക്കുന്നു. ഒരു ഹോളിവുഡ് പടം മാത്രമല്ല, 2025 715 കോടിയുടെ ആസ്തിയുള്ള ലോകപ്രശസ്തനായ സ്പിൽബർഗ് ഫ്ലാറ്റിൽ ചെന്ന ഉടനെ ഫിക്സ് ചെയ്തുവെന്ന് ലോകത്താരെങ്കിലും കോമൺ സെൻസ് ഉള്ളവർ തള്ളുമോ? അത് കേൾക്കുന്നവർ കളിയാക്കില്ലേ എന്ന് ബോധം പോലും ഇല്ലാതെ പോയി തിലകൻ ചേട്ടൻ. ഇവിടെ വേണമെങ്കിൽ ഞാനൊരു മറ്റൊരു കഥ പറയാം. ആചാര്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തിലകൻ ചേട്ടനും ശ്രീനിവാസനും കൂടെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ പറഞ്ഞു, ആശാനെ, ഇനി ഞാൻ നിങ്ങളുടെ പറഞ്ഞില്ല എന്ന് വേണ്ട, ഞാനൊരു സിനിമ സംവിധാനം ചെയ്യുന്നു. എപ്പോൾ? ഉടനെ തുടങ്ങും. അത് ശരി, അതിൻ്റെ തുടക്കം അറിയാമോ നിങ്ങൾക്ക്? ഞാൻ തുടക്കത്തെ ആദ്യത്തെ സീൻ മാത്രം പറയാം. ശ്രീനിവാസനല്ലേ ആൾ, പറയൂ. ഒരു പ്രാവ്, സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവ്, പാളയം പള്ളിയിൽ യേശുക്രിസ്തുവിൻ്റെ പ്രതിമയുണ്ടല്ലോ ഇങ്ങനെ നിൽക്കുന്നത്, ആ വലിയ ഉയരത്തിൽ. ആ പ്രതിമയുടെ മുകളിൽ ആ പ്രാവിരിക്കുകയാണ്. ഒരു റിവോൾവറിൻ്റെ ടൈറ്റ് ഫ്രെയിം, അതിൽ കാഞ്ചി വലിക്കാനായിട്ട് വിരൽ അതിനകത്തേക്ക് ഇടും, ട്രിഗറിലേക്ക് ഇടും. വെടികൊണ്ടു. പക്ഷേ പ്രാവിന് കൊണ്ടില്ല. പ്രാവ് അവിടെ നിന്ന് പറന്നുപോയി. കട എന്ന് പറന്ന് പാളയത്ത് ക്രിസ്ത്യൻ പള്ളിയുടെ എതിർവശത്തുള്ള ഗണപതി കോവിലിൻ്റെ മോളിൽ പോയിരുന്നു. അവിടെ പോയിരുന്നു സ്റ്റേ. വീണ്ടും റിവോൾവറിൻ്റെ ടൈറ്റ് ഫ്രെയിം, വിരൽ വന്നു, അടിച്ചു. പ്രാവിന് കൊണ്ടില്ല. പ്രാവ് അവിടുന്ന് കട പറന്ന് തൊട്ടപ്പുറത്തുള്ള മുസ്ലിം പള്ളിയുടെ ആ മിനാരങ്ങളുടെ ഏറ്റവും മുകളിൽ പോയിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രാവ് പറത്തു. പ്രാവ് ക്രിസ്ത്യൻ പള്ളിയുടെയും മുസ്ലിം പള്ളിയുടെയും ഗണപതി കോവിലിൻ്റെയും നടുക്ക് ആകാശത്ത് ഇങ്ങനെ വട്ടമിട്ട് പറന്നപ്പോൾ കാഞ്ചി വലിച്ചു. കൃത്യമായിട്ട് പ്രാവിൻ്റെ നെഞ്ചി കൊണ്ടു, രക്തം ചിതറി, ഫ്രീസ്. അവിടെ പടത്തിൻ്റെ പേരെഴുതി കാണിക്കും. അപ്പോൾ ശ്രീനിവാസൻ ചോദിച്ചു, പടത്തിന് എന്താ പേര്? മാനുഷാദ. സംവിധാനം തിലകൻ. എന്നാൽ ശ്രീനിവാസൻ അവിടെ വെച്ച് നിർത്തണ്ടേ? ശ്രീനിവാസൻ വളരെ സീരിയസ് ആയിട്ട് ചോദിച്ചു, ലൊക്കേഷൻ കാണാൻ എന്ന് പോണു? എന്ത് ലൊക്കേഷൻ? അല്ല, ഇതിൻ്റെയൊക്കെ ആകാശത്തു നിന്നുള്ള ഷോട്ട് എടുക്കേണ്ടി വരില്ലേ, അപ്പോൾ മേളിൽ കയറി നോക്കണ്ടേ? എന്നിട്ട് ഏത് പാളയം പള്ളിയുടെ മോളിൽ പോയി ലൊക്കേഷൻ നോക്കണ്ടേ? അപ്പോൾ ഹെലികോപ്റ്ററൊക്കെ വേണ്ടി വരില്ലേ? രൂക്ഷമായിട്ട് തിലകൻ ചേട്ടൻ ഇങ്ങനെ നോക്കി. കളിയാക്കുകയാണോ? അല്ല, ഒരു പടം എടുക്കുമ്പോൾ അതിൻ്റെ ലൊക്കേഷൻ നോക്കാൻ പോകണ്ടെന്നാണ് ഞാൻ ചോദിച്ചത്. എന്താ തറയിൽ നിന്ന് നോക്കിയാൽ ലൊക്കേഷൻ കാണാൻ പറ്റില്ലേ? ഇല്ല, ഫ്രെയിം കാണണമെങ്കിൽ മോളിൽ പോയി നോക്കണ്ടേ, എങ്കിലേ ഇത് അറിയാൻ പറ്റും. ഇങ്ങനെ പ്രാവ് പറന്ന് പോകുമ്പോൾ വെടികൊള്ളുന്നതും അത് ഫ്രീസ് ആവുന്നതും ഒക്കെ. നിങ്ങളോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് തിലകൻ ചേട്ടൻ വർത്താനം അവിടെ നിർത്തി. ശ്രീനിവാസം ഒന്നും അറിയാത്ത പോലെ അവിടെ നിന്ന് എണീറ്റ് പോയിട്ട്, ഇതെല്ലാം ഫൈൻ ആർട്സ് കോളേജിലാണ് നടക്കുന്നത്. ആ ക്യാൻറ്റീൻ്റെ സൈഡിൽ ചെന്ന് നിന്നിട്ട് തല്ലി ചിരിക്കുക ശ്രീചേട്ടൻ ഒറ്റയ്ക്ക്. ഇതെന്ത് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ചിരിക്കണമെന്ന് ചോദിച്ചാൽ, ഞാനല്ലോ അപ്പോൾ ആചാര്യൻ്റെ അസോസിയേറ്റ്. ഞാൻ അടുത്ത് നിന്ന് എന്ത് ചേട്ടാ എന്നിട്ട് എൻ്റെ 2 തോളിൽ പിടിച്ചിട്ട്
സത്യം പറഞ്ഞാൽ എനിക്ക് വേദനിച്ച് ഇങ്ങനെ കുലുക്കിയത് ചിരിച്ച് ചിരിച്ച് ഈ ഷോൾഡർ പിടിച്ചിട്ട് ഷീനിച്ചേട്ടൻ പൊട്ടി ചിരിച്ചിട്ട് പറഞ്ഞു, തിലകൻ ചേട്ടൻ മാനുഷാദ എന്നൊരു പടം സംവിധാനം ചെയ്യാൻ പോകണം, അതിൻ്റെ ലൊക്കേഷൻ കാണാനായിട്ട് പാളയം പള്ളിയുടെ ബോളിലൊക്കെ ലൊക്കേഷൻ കാണാൻ പോകണമെന്ന് പറഞ്ഞത്. ഞാൻ ഷീനിച്ചേട്ടൻ നിർത്തി വാർത്ത ഞാൻ തുടങ്ങി. ഈ ഫ്രണ്ട്സിൽ ശ്രീനിവാസനും ജയറാമും മുകേഷും ഒക്കെ മത്സരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കില്ല, അതുപോലെ ആയിപ്പോയി. ഞാൻ ചിരി നിർത്തുമ്പോൾ ഷീനിച്ചേട്ടൻ തുടങ്ങും, ഷീനിച്ചേട്ടൻ ചിരി നിർത്തുമ്പോൾ ഞാൻ തുടങ്ങും. ഇങ്ങനെ എന്തൊക്കെ തിലകൻ ചേട്ടൻ ഗുണ്ടടിക്കുമെന്ന് ചോദിച്ചാൽ, ഞാനിത് പറയുന്നത് തിലകൻ ചേട്ടനോട് അല്പം പോലും ബഹുമാനക്കുറവോ ഇഷ്ടമോ ഇല്ലാത്തതുകൊണ്ടല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തിലകൻ ചേട്ടനെ. എന്നെയും അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. ഞാൻ മുമ്പേ അതൊരു എപ്പിസോഡിൽ പറഞ്ഞത്, എന്നെ നിങ്ങളെന്നല്ല ദിനേശെന്ന് പോലും വിളിച്ചിട്ടില്ല, നിങ്ങളെന്നേ അഭിസംബോധന ചെയ്യുള്ളൂ. നല്ല ഇഷ്ടമായിരുന്നു. ഞാൻ വർക്ക് ചെയ്ത ഒരു സിനിമയിലും തിലകൻ ചേട്ടൻ എന്നോട് പിണങ്ങിയിട്ടില്ല. ഡയറക്ടറോട് പിണങ്ങി ഷൂട്ടിംഗ് നിർത്തിവെപ്പിച്ചപ്പോൾ പോലും ഞാൻ പോയി, തിലകൻ ചേട്ടാ മിണ്ടായിരുന്നേ, എണീറ്റ് വന്നേ എന്ന് 2 പ്രാവശ്യം പറഞ്ഞാൽ എണീറ്റ് വരും. അത്രയും ബന്ധം ഉണ്ടായിരുന്നു. പക്ഷേ ഉള്ളതല്ലേ പറയാൻ പറ്റൂ. ഇത്തരം ഒരുപാട് തള്ളുകൾ തിലകൻ ചേട്ടൻ നടത്തിയിട്ടുണ്ട്. കേൾക്കുന്നവർ മാറി നിന്ന് കളിയാക്കുമെന്ന ചിന്ത പോലും തിലകൻ ചേട്ടനില്ലായിരുന്നു. വീണ്ടും അദ്ദേഹം വിശദീകരിക്കുകയാണ്. സ്പിൽബർഗ് തിലകനോട് ഒരു ചോദ്യമേ ചോദിച്ചുള്ളൂ, ഈ തലയിലെ തലമുടി 1/2 ഇഞ്ച് നീളത്തിൽ വളരാൻ എത്ര സമയമെടുക്കും എന്ന് ചോദിച്ചു. 1/2 ഇഞ്ച് എന്ന് പറഞ്ഞാൽ എത്രയല്ലേ വരും, അത്രയും വളരാൻ എത്ര സമയം വേണം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഒരു 10-20 ദിവസം മതി, അല്ലെങ്കിൽ 1 മാസം വെച്ചോ. ഞാൻ പറഞ്ഞു മിനിമം 6 മാസം വേണമെന്ന്. 1/2 ഇഞ്ച് തലമുടി വളരാൻ 6 മാസം തിലകൻ ചേട്ടൻ. അല്ല, ഈ 1/2 ഇഞ്ച് കണക്കൊക്കെ സ്പിൽബർഗിന് പറയാൻ അയാൾ എവിടുന്ന് മലയാളത്തിൽ നിന്ന് പഠിച്ചെന്ന് എനിക്കറിയില്ല. എവിടുന്നോ പുള്ളി പഠിച്ചിരിക്കാം 1/2 ഇഞ്ച്, 1 ഇഞ്ച്, 3/4 ഇഞ്ച് എന്നൊക്കെ. എന്നെങ്കിലും അജാന്താലയം ചോദിക്കണമായിരുന്നു, ഇത് എവിടുന്നാണ് സ്പിൽബർഗ് ഈ 1/2 ഇഞ്ചും 1/4 ഇഞ്ചും 3/4 ഇഞ്ചും ഒക്കെ പഠിച്ചതെന്നെങ്കിലും അജന്താലയം ചോദിക്കണമായിരുന്നു. അപ്പം മൈക്കും ഊരി എറിഞ്ഞിട്ട് തിലകൻ ചേട്ടൻ ഇറങ്ങിപ്പോയതിനെ ഫ്ലോറിൽ നിന്ന്. വീണ്ടും തിലകൻ ചേട്ടൻ വിശദീകരിക്കുകയാണ്. ജോലിക്കാരി ശകുന്തള ചായ കൊണ്ടുവന്ന് കൊടുത്തു. ചായ കുടിച്ചിട്ട് ശകുന്തളയോട് വെരി ഗുഡ് എന്ന് സ്പിൽബർഗ് പറഞ്ഞു. പാപ്പന കൂട്ടുകാരിയായിരുന്നു ശ്യാമള, ഒരു പാവസ്ത്രീ. ജീവവിരുന്ന് ശിക്ഷിച്ച പോലെയൊക്കെയാണ് ജോലിക്ക് നിന്നവരെയൊക്കെ ചേട്ടൻ വച്ചിരുന്നത്. അവരോട് സ്പിൽബർഗ് ചോദിച്ചെന്ന്, ചായ കുടിച്ചിട്ട് പറഞ്ഞെന്ന് വെരി ഗുഡ് എന്ന് പറഞ്ഞെന്ന്. സാൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടല്ലോ, ആ സിനിമയിൽ കളത്തിപ്പറമ്പിൽ കാളിദാസൻ എന്നുള്ള വേഷമാണല്ലോ ലാൽ ചെയ്തത്. ബാബുരാജ് ചെയ്തത് ഒരു കുക്കായിട്ട് മനോഹരമായി പാചകം ചെയ്യുന്ന ബാബു എന്നുള്ള ഒരു കുക്കായിട്ടാണല്ലോ ബാബുരാജ് അഭിനയിച്ചത്. അതിൽ ഉണ്ണിയപ്പെടുത്ത് തിന്നിട്ട് എൻ്റെ കൂടെ പോരുന്നു എന്ന് കളത്തിപ്പറമ്പിൽ കാളിദാസൻ ചോദിച്ചതുപോലെ ശകുന്തളയോട് സ്പിൽബർഗ് ചോദിച്ചു എന്ന് പറയാത്തത് നമ്മുടെയൊക്കെ ഭാഗ്യം. അതും കൂടെ തിലകൻ ചേട്ടൻ പറഞ്ഞിരുന്നെങ്കിലോ, ശാരദേ വരുന്നോ, എൻ്റെ കൂടെ വരുന്നോ അമേരിക്കയ്ക്ക്, ഞാൻ നിന്നെ എൻ്റെ കുക്കാക്കാം എന്ന് സ്പിൽബർഗ് പറഞ്ഞു എന്ന് തിലകൻ ചേട്ടൻ പറഞ്ഞില്ല. ചായയും കുടിച്ചിട്ട് സ്പിൽബർഗ് ഇറങ്ങി. അവസാനം എനിക്ക് പകരം അവർ വിളിച്ചത് MR ഗോപകുമാറിനായിരുന്നു. എന്തുകൊണ്ടാണ് ഗോപകുമാറിനെ പോകാൻ സാധിക്കാത്തതെന്ന് ഇപ്പോഴും ദുരൂഹതയാണ് എന്നാണ് തിലകൻ ചേട്ടൻ പറഞ്ഞത്. എന്നെ ഒഴിവാക്കി, ചായയും കുടിച്ചുകൊണ്ട് ഓസിന് ചായയും കുടിച്ചുകൊണ്ട് സ്പിൽബർഗ് ചണ്ടിയിൽ തട്ടി പൊടിയും കളഞ്ഞിട്ട് ഇപ്പോൾ കളഞ്ഞു. അതിൽ പുള്ളിക്ക് പരാതിയൊന്നുമില്ല. അടുത്ത് കണ്ടത് MR ഗോപകുമാറിനായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് നടന്നില്ല. ഞാൻ MR ഗോപകുമാറിൻ്റെ നമ്പർ എൻ്റെ ഇല്ല, ഞങ്ങൾ നല്ല ബന്ധമല്ല, അതുകൊണ്ടാണ്. ഞാൻ എന്തായാലും MR ഗോപകുമാറിനെ വിളിച്ചിട്ട്, ഗോപൻ ചേട്ടാ നിങ്ങൾ ആ സ്പിൽബർഗിൻ്റെ പടത്തിൽ നിന്ന് എങ്ങനെ ഒഴിവായി എന്ന് ഞാൻ ചോദിക്കാം. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അജന്താലയം ചോദിക്കുകയാണ്, സൂപ്പർ സ്റ്റാറിലാണോ സംശയം? അതായത് ഈ വെട്ടിയത് MR ഗോപകുമാറിനെയും തിലകനെയും സ്പിൽബർഗിൻ്റെ പടത്തിൽ നിന്ന് വെട്ടിയത് സൂപ്പർ സ്റ്റാറാണോ, എന്നാലും മമ്മൂട്ടിയാണോ എന്നാണ് ചോദിക്കണേ. ആയിരിക്കണം. അതിൽ അദ്ദേഹം നിരാശനാണ്. ആര്? MR ഗോപകുമാർ. എനിക്ക് മറ്റൊരു ഹോളിവുഡ് പടം ചെയ്യാൻ സാധിക്കാത്തതുപോലെ എന്നെ തിരക്കി ഹോളിവുഡിൽ നിന്നും ഒരെണ്ണ ഇപ്പോൾ വരും. സ്പിൽബർഗ് പോയെങ്കിൽ പുല്ല് പോട്ട്, എനിക്കതിൽ നിരാശയൊന്നുമില്ല. പക്ഷേ ഗോപകുമാറിന് നിരാശയുണ്ടായിരുന്നു. പക്ഷേ എന്നെ തേടി വേറൊരു ഹോളിവുഡ് പടം വരും എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഒരു ഹോളിവുഡ് പടം അദ്ദേഹത്തെ തേടി വന്നു. ആ സിനിമ തിലകന് കിട്ടിയതിൽ ചെറുതല്ലാത്ത പങ്ക് വഹിച്ച ഒരാളാണ്
ഞാനെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മക്കളെങ്കിലും വിശ്വസിക്കുമെന്ന് എനിക്കറിയണ്ട. അച്ഛനെ പോലെ തന്നെ കേട്ടോ, ഈ ശാന്തിയുള്ള ദിനേശൻ ഭയങ്കര തള്ളാണ് എന്ന് പറയും. പക്ഷേ ചെറുതല്ലാത്ത പങ്ക് ഞാൻ വഹിച്ചു എന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ ഇന്ത്യ ടുഡേയുടെ എഡിറ്ററായിരുന്ന പി കെ ശ്രീനിവാസൻ്റെ ഫേസ്ബുക്കിൽ കയറി നോക്കിയാൽ മതി. അതിലെൻ്റെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ പടം എങ്ങനെ നടന്നു. ഐസക് തോമസ് എന്ന കാനഡക്കാരനായ, മലയാളിയാണ്, കാനഡക്കാരനായ സംവിധായകൻ മഹായുഷി, പ്ലാസിബോ ലവ് സ്റ്റോറി എന്നീ 2 ഇംഗ്ലീഷ് ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഹോളിവുഡ് ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനൊരു മലയാള സിനിമ ചെയ്യണം, ചുങ്കക്കാരും വേശ്യകളും എന്ന കഥയാണ് വിഷയം. കടമ്പനാട്ടുകാരൻ 75 വയസ്സുള്ള ഉണ്ണുണ്ണിച്ചായൻ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. 75 വയസ്സുള്ള ഉണ്ണുണ്ണിച്ചായൻ മകൻ്റെ നിർബന്ധത്തിന് വഴങ്ങി കാനഡയിലെത്തുന്നതും അവിടം പൊരുത്തപ്പെടാൻ കഴിയാതെ ഒറ്റപ്പെട്ടു പോകുന്നതുമാണ് കഥ. അതിൽ ഉണ്ണുണ്ണിച്ചായൻ്റെ വേഷം അത് ചെയ്യാൻ മലയാളത്തിൽ നിന്ന് ഒരു തിലകനേ ഉള്ളൂ എന്ന് ഇന്ത്യ ടുഡേയുടെ എഡിറ്ററായ പി കെ ശ്രീനിവാസൻ സുഹൃത്തായ ഐസക് തോമസിനോട് പറഞ്ഞു. തിലകൻ മതി എന്നായി സംവിധായകൻ. അതായത് ശരിക്കും പറഞ്ഞാൽ കാസ്റ്റിംഗ് ഡയറക്ടർ പി കെ ശ്രീനിവാസൻ എന്ന് പറയാം. ഈ ചിത്രത്തിനായി പി കെ ശ്രീനിവാസൻ ഒരു മൂകാംബിക സ്തുതിയും ആ ചിത്രത്തിൽ എഴുതി. ബിജു പൗലോസായിരുന്നു സംഗീതം. ചിത്രയും വിജയ് യേശുദാസുമാണ് പാടിയത്. അപ്പോൾ ഈ വിവരം എന്നെ പി കെ ശ്രീനിവാസൻ വിളിച്ചു പറഞ്ഞു. ശ്രീനിച്ചേട്ടൻ പറഞ്ഞു, ദിനേശേ, എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഐസക്, അയാൾക്കൊരു പടം ചെയ്യണം. അപ്പോൾ ആ പടത്തിൽ തിലകൻ നായകനാകണം. ഞാൻ പറഞ്ഞു, അയ്യോ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അസുഖങ്ങളൊക്കെ ഉണ്ട്. എന്താ അദ്ദേഹം പറഞ്ഞ ഡിമാൻഡുകളും അംഗീകരിക്കാം, ദിനേശ് ഒന്ന് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ തിലകൻ ചേട്ടനെ പോയി കണ്ടു. തിലകൻ ചേട്ടൻ പറഞ്ഞു, വരട്ടെ, കഥ കേൾക്കട്ടെ, എൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ പറയാം, ഞാൻ ചെയ്യാം. അങ്ങനെ ഞാൻ പി കെ ശ്രീനിവാസനെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ടേംസ് ആൻഡ് കണ്ടീഷൻ സംവിധായകൻ സമ്മതിച്ചു. അതിൽ പ്രധാനമായിട്ടും അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ഒറ്റയ്ക്ക് വരാനാവില്ല, ഒരു മോളെ കൂടി ഞാൻ കൂട്ടിന് കൊണ്ടുവരും. 4 ആൺമക്കളുണ്ടായിരുന്നിട്ട് 4 എണ്ണത്തിനും കൊണ്ടുപോയില്ല എന്നുള്ളതാണ്. എന്നിട്ടാണ് ഇവിടെ ഒരു ചെറുക്ക ഇപ്പോൾ എന്നെ തെറി പറഞ്ഞു കിടക്കണേ, തിലകൻ ചേട്ടനെ ഞാൻ കളിയാക്കി കളഞ്ഞെന്ന് പറഞ്ഞിട്ട്. ഞാൻ കളിയാക്കിയിട്ടൊന്നുമില്ല, എന്നെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് ആ ഹോളിവുഡ് പടത്തിൽ അഭിനയിക്കാനും പറ്റിയത്. മലയാളത്തിലെടുത്തെങ്കിലും കാനഡയിലാണല്ലോ ഷൂട്ട് ചെയ്തത്. അവൻ്റെ സഹോദരിയോട് ചോദിക്കുക, അല്ലെങ്കിൽ അവൻ്റെ അച്ഛൻ്റെ അടുത്ത ഭാര്യയുടെ മകളോട് ചോദിക്കുക, ഈ പറയുന്നത് ശരിയാണോ. മകളുമായി തിലകൻ ചേട്ടൻ കാനഡയിൽ പോയി ഭംഗിയായിട്ട് പടം ചിത്രീകരിച്ചു. അതോടെ വെണ്ണിക്കുളത്തുകാരനായ വർഷങ്ങളായി കാനഡാവാസിയായ ഐസക് തോമസുമായി തിലകൻ ചേട്ടൻ നല്ല സുഹൃത്തായി മാറി. 2020 നവംബർ 14 ഐസക് തോമസ് മരിച്ചു. തിലകൻ ചേട്ടൻ മരിച്ച ശേഷമാണ്. പി കെ ശ്രീനിവാസൻ മാത്രം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ എൻ്റെ പേര് പറഞ്ഞു. നല്ല അടുപ്പമുണ്ടായിരുന്നിട്ടും കാനഡയിലേക്ക് ഒരു സിനിമയ്ക്ക് ഞാൻ പോയി അതിന് കളമൊരുക്കിയത് നമ്മുടെ ശാന്തിവിളയാണെന്ന് തിലകൻ ചേട്ടൻ പറഞ്ഞതേയില്ല. കാനഡക്കാർക്കൊക്കെ തിലകനെ അറിയാം, അതാ വന്ന് എന്നെ വിളിച്ചത് എന്നാകണം അദ്ദേഹം വിചാരിച്ചതോ വിശ്വസിക്കുന്നതോ. അതെന്തായാലും ചോദിച്ചു, താങ്കൾക്ക് ഓസ്കാർ അവാർഡ് കിട്ടാത്തത്, ഹോളിവുഡിൽ അഭിനയിക്കാൻ പറ്റാത്തത്, ഇതെല്ലാം സൂപ്പർ സ്റ്റാർ കാരണം ആണെന്ന് താങ്കൾ പറയുന്നു. താങ്കൾക്ക് മനോരോഗമാണ് എന്നാണ് മറ്റുള്ളവർ പറയുന്നത്. അജന്താലേ അല്ലാതെ ഞാനാണ് ആ ഇൻ്റർവ്യൂ എങ്കിൽ ഈ ചോദ്യം ചോദിക്കില്ല. കാരണം തിലകൻ ചേട്ടൻ മുട്ടൻ തെറി വിളിക്കില്ലേ. ഇതെല്ലാം സൂപ്പർ സ്റ്റാർ കാരണമാണെന്ന് താങ്കൾ പറയുന്നു, താങ്കൾക്ക് മനോരോഗമാണെന്ന് മറ്റുള്ളവർ പറയുന്നു. തിലകൻ ചേട്ടൻ്റെ മറുപടി, അമ്മയിലെ എല്ലാവരും തന്നെ നിങ്ങളിപ്പോൾ പറഞ്ഞതുപോലെ എനിക്ക് മനോരോഗമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗൂഢാലോചന ഇതിൻ്റെ പിന്നിലുണ്ട്. മനോരോഗിയാണെന്ന് എന്നെപ്പറ്റി പറഞ്ഞാൽ എനിക്ക് കേസ് ഫയൽ ചെയ്യാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പെണ്ണുങ്ങളെ കൊണ്ടുവരുന്നു ഞാൻ സെറ്റിലിരുന്ന് ഞാൻ മദ്യപിക്കുന്നു എന്നല്ലാതെ എന്നെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ പരാതി? പോരെ, ഞാൻ സെറ്റിലിൽ പെണ്ണുങ്ങളെ കൊണ്ടുവരും, ഞാൻ സെറ്റിലിരുന്ന് വെള്ളം അടിക്കും. ഈ ചെറിയ 2 പരാതി അല്ലാതെ എന്നെപ്പറ്റി വേറെ വല്ലതും ഉണ്ടോ എന്നാണ് തിലകൻ ചേട്ടൻ ചോദിക്കുന്നത്. സിനിമയെ ബാധിക്കുന്ന എന്തെങ്കിലും ആരോപണം പറയാൻ ഇവർക്കായിട്ടുണ്ടോ? അത് 100% സത്യമാണ്. സെറ്റിൽ വന്നാൽ 100% കഥാപാത്രമായി അങ്ങ് മാറും.
വെണ്ട ഡാനിൽ ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോൾ രാവിലെ വന്ന് ചേട്ടാ ആ ബിഗും വെച്ച് മീശി ഒട്ടിച്ചു കഴിഞ്ഞാൽ ആ മീശ അഴിക്കുന്നത് വരെ ആ കഥാപാത്രമായിട്ട് അങ്ങനെ ഇരിക്കും ഒറ്റയ്ക്ക്. ആരുമായിട്ട് ചങ്ങാത്ത അധികം കമ്പനിയൊന്നും കൂടില്ല, മിണ്ടാതെ ഇരിക്കും. അതിനിടയ്ക്കാണ് മറ്റേ ഹാർമോണിയെ പെട്ടി തുറന്ന് അടിച്ചു കളയണേ. എന്നാലും പ്രശ്നമില്ല, തലവേദനയൊന്നും സെറ്റിലുണ്ടാക്കുകയില്ല. എന്നെപ്പറ്റി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? സിനിമയെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു ആരോപണം എന്നെപ്പറ്റി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇത്രയും പ്രായമായില്ലേ, ഇനിയെങ്കിലും ഒതുങ്ങിയിരിക്കണമെന്ന് തോന്നിയിട്ടില്ലേ എന്നായി അജന്താലയം? എന്തുകൊണ്ടാണ് അജന്താലയത്തിനെ ചീത്ത വിളിക്കാത്തത്? എനിക്കൊണ്ട് ദൂരദർശനമായിട്ടായിരിക്കും. അത് അവരുടെ ആഗ്രഹമല്ലേ നിങ്ങൾ പറയുന്നത്? മണിയമ്പള രാജു ഒരിക്കൽ ഇയാൾ കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുകയല്ലേ, എന്തിനാണ് അഭിനയിക്കാൻ നടക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ജാതി പറഞ്ഞത് ക്വാളിഫിക്കേഷനായിട്ട് കരുതുന്നുവെങ്കിൽ ഞാൻ ജാതി പറയുന്നവനല്ല. SN കോളേജിൽ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ കാസ്റ്റ് റിലീജിയൻ എന്നുള്ളിടത്ത് ബ്ലാങ്ക് ഇട്ടവനാണ് ഞാൻ. അത് ആ ഒറ്റ കാരണം കൊണ്ട് എന്നെ കോളേജിൽ നിന്ന് പിരിച്ചുവിടാനുള്ള ഒരു ഹേതുവായി മാറി. അതിലും തിലകൻ അബദ്ധം പറ്റി. അഡ്മിഷൻ എടുക്കുമ്പോൾ അല്ലേ ഫോം ഫില്ലപ്പ് ചെയ്ത് കൊടുക്കണേ. അതിൽ ഈ റിലീജിയനും കാസ്റ്റും ഒന്നും എഴുതിയില്ലെങ്കിൽ അവരപ്പം തന്നെ തള്ളൂല്ലേ. പിന്നെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്താക്കണം എങ്ങനെ? തിലകൻ പറയുന്നതിനൊന്നും ഒരു സിങ്കില്ല, അതാണ് പ്രശ്നം, ഒരു യോജിപ്പില്ല. അഴീക്കോടുമായി എങ്ങനെയാണ് ചേരുന്നത്? ഞാൻ മീറ്റിങ്ങിന് ചെന്നപ്പോഴാണ് അഴീക്കോടിനെ കാണുന്നത്. കണ്ടപ്പോൾ എഴുന്നേറ്റ് നമസ്കാരം പറഞ്ഞു. 7 ജന്മം കഴിയണം സുകുമാർ അഴീക്കോട് സാറ് തിലകനെ കാണുമ്പോൾ എണീറ്റ് നിന്ന് തൊഴാൻ. കാരണം തിലകൻ ചേട്ടനേക്കാൾ 9 വയസ്സ് മൂപ്പുള്ള, കേരളത്തിൽ തലപ്പൊക്കമുള്ള അഴീക്കോട് തിലകനെ കാണുമ്പോൾ എഴുന്നേറ്റ് നമസ്കാരം പറഞ്ഞെന്ന് പറഞ്ഞാൽ പുളിക്കും എന്നേ ഞാൻ പറയും. അദ്ദേഹം എന്നോട് പറഞ്ഞു, താങ്കൾ എനിക്ക് മുമ്പേ അറിയാം, കണ്ടുമുട്ടാൻ നിമിത്തമായി എന്ന് പറഞ്ഞ് എനിക്ക് കൈ തന്നു. മീറ്റിങ്ങിൽ എനിക്ക് അനുകൂലമായിട്ട് പറഞ്ഞു. അഴീക്കോടിന് ഇവിടെ എന്ത് കാര്യം എന്ന് ചോദിച്ച സിനിമാ നടന്മാരുണ്ട്. ഇന്ത്യൻ ഭരണഘടന ഉള്ളിടത്തോളം കാലം ഞാൻ ചോദിക്കും, ഇടപെടും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സിനിമയിലെ ഒരു കൊള്ളക്കാരൻ്റെ കളിപ്പാവയായാണ് തിലകൻ ചേട്ടൻ പ്രവർത്തിക്കുന്നതെന്ന് അഴീക്കോടിന് അറിയാൻ വഴിയില്ല. അതാണ് പറ്റിയത്. മോഹൻലാൽ ബിഗ് വെച്ച് നടക്കുന്നു, മമ്മൂട്ടി മേക്കപ്പിട്ട് നടക്കുന്നു എന്ന് തുടങ്ങി ഈ നുണയന്മാരുടെ ഫീഡിങ്ങിൽ നിന്നും അഴീക്കോട് കുറേ പറഞ്ഞു, കുറേ ദിവസം. എന്നിട്ട് മോഹൻലാലിൻ്റെ പേരിൽ വക്കീൽ നോട്ടീസ് അയച്ചു. അങ്ങനെ ഒരുപാട് കുഴപ്പങ്ങളുണ്ടാക്കി സൂപ്പർ അഴീക്കോട്. അദ്ദേഹത്തിൻ്റെ വില പോയി എന്നല്ലാതെ ഈ പറഞ്ഞ താരങ്ങൾക്ക് വല്ലതും സംഭവിച്ചോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഒരു ചുക്ക് സംഭവിച്ചിട്ടില്ല. തന്നെ മനസ്സിലാക്കാതെ നുണയന്മാർ പറയുന്നത് വിശ്വസിച്ച് അത് ഛർദ്ദിച്ച് അഴീക്കോട് മാഷ് ആശുപത്രി കിടക്കയിൽ മരണത്തിലേക്ക് അടുക്കുമ്പോൾ ഈ മോഹൻലാൽ മാത്രമാണ് കാണാൻ ചെന്നത്. ലാലിനെ ദയനീയമായി അഴീക്കോട് മാഷ് നോക്കുന്ന പടം അക്കാലത്ത് പുറത്തു വന്നിരുന്നു. തനിക്ക് തെറ്റുപറ്റി എന്നായിരുന്നു അഴീക്കോടിനെ എന്താ പറയുക നോക്കി നിന്ന മോഹൻലാലിൻ്റെ മുഖത്തേക്ക് നോക്കി കിടക്കുന്ന അഴീക്കോടിനെ കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നത്. ഒറ്റ എണ്ണം തിരിഞ്ഞു നോക്കിയില്ല. ഈ തിലകൻ ചേട്ടൻ അടക്കം ഒറ്റ എണ്ണം അദ്ദേഹം മരണത്തിലേക്ക് അടുത്ത് തൃശ്ശൂർ ഒരു ആശുപത്രി കിടക്കുമ്പോൾ തിരിഞ്ഞു നോക്കിയില്ല. ആ ബിഗും റോസ് പൗഡറും ഒക്കെ അടിച്ച് കിടക്കുന്നവനൊന്നും അവിടെയും കണ്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. മോഹൻലാലിനെതിരെ നിലവാരമില്ലാത്ത വർത്തമാനം പറഞ്ഞ അതേ അഴീക്കോട് മാഷ് പ്രണയം എന്ന് പറഞ്ഞ ബ്ലസ്സി സംവിധാനം ചെയ്ത പ്രണയം തിയേറ്ററിൽ പോയി കണ്ടിട്ട് മോഹൻലാലിനെ ഒരുപാട് പ്രകീർത്തിച്ച് സംസാരിച്ചു. അപ്പോൾ ആ മാറ്ററൊക്കെ വിട്ടിട്ട് എന്തായാലും ചോദിച്ചു, ജീവിതത്തിൽ കരഞ്ഞിട്ടുണ്ടോ? കരഞ്ഞിട്ടുണ്ട്. ഇത്ര കർക്കശ സ്വഭാവവും ഉറച്ച മനസ്സും ഉണ്ടായിട്ടും കരഞ്ഞോ? അത് കഥാപാത്രത്തെ പോലെ എന്നെ കാണുന്നത് കൊണ്ടാണ് അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നത്. കഥാപാത്രവും ജീവിതത്തിലെ വ്യക്തിയും തമ്മിൽ വളരെ അകലമുണ്ട്. സ്വർണത്തിൻ്റെ മാറ്ററിയണമെങ്കിൽ ഉരച്ചു നോക്കണം. നിങ്ങൾ ഓരോ വ്യക്തിയോടും അടുത്തറിയണമെങ്കിൽ അതാണ് ചെയ്യാനുള്ളത്. സോക്രട്ടീസ് പറഞ്ഞിട്ടുണ്ട്, സത്യത്തെ അടുത്തു കാണണമെന്ന്. സ്വർണം എന്ന് ഞാൻ പറഞ്ഞല്ലോ. സ്വർണം എങ്ങനെയാണ് രൂപപ്പെടുന്നത്? ഉരുക്കി ദ്രാവകമാക്കി മാറ്റി തണുപ്പിച്ച് അടിച്ച് പരത്തിയാണ് ഉണ്ടാക്കുന്നത്. അതുപോലെയാണ് തിലകൻ. സത്യമായിട്ടും തിലകൻ ചേട്ടൻ പറഞ്ഞ 100% സത്യമാണ്. നമ്മൾ ഈ പരിക്കൻ കാർക്കശ്യക്കാരനായ തിലകൻ ചേട്ടൻ എന്ന് വിചാരിക്കും. നമ്മൾ മനസ്സുകൊണ്ട് നല്ല ബന്ധമായി കഴിഞ്ഞാൽ നന്നായിട്ട് കൊണ്ടു നടക്കാൻ പറ്റിയ ആളാണ്. ആന ഇടയെ പോലെ ഇടഞ്ഞു കളയുന്നുള്ളൂ. ഇടയാതെ കൊണ്ടുപോകാൻ പഠിക്കണം. അത് ഞാൻ തിലകൻ ചേട്ടനെ ആയാലും
മധുസാറിനെ ആയാലും ഗണേശനെ ആയാലും ഞാൻ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. ഒരു സെറ്റിൽ ഇവരാരും ഒരു കുഴപ്പവും കാണിച്ചില്ല. ഗണേശൻ വർക്കലയിൽ ഒരു സീരിയൽ ചെയ്യാൻ വന്നിട്ട് അതിൻ്റെ പ്രൊഡ്യൂസറുടെ കാറിൻ്റെ 4 ടയറിൻ്റെയും കാറ്റഴിച്ച് വിട്ട് കാറിൽ കരിങ്കല്ലെടുത്ത് പെയിൻറ്റ് മുഴുവൻ വലിച്ച് ഉരച്ച് ഇല്ലാതാക്കി. ഞാനിതാ പോകാൻ ശാന്തമുള്ള എന്ന് പറഞ്ഞു, ഇനി അഭിനയിക്കാൻ ബാക്കിക്ക് ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. ഞാനാണ് ഫിക്സ് ചെയ്തത് പുള്ളിയെ. ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഡയറക്ടർ പറഞ്ഞു, ദിനേശേ ഗണേശൻ്റെ കാര്യം നീ നോക്കിക്കൊള്ളണം. ഞാൻ പറഞ്ഞു ഞാൻ ഏറ്റു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഒരു വൃത്തികേട് കാണിച്ചപ്പോൾ അയാൾക്ക് സഹിച്ചില്ല. അവസാനം ഞാൻ മെരുക്കിയെടുത്തു ഗണേശൻ പോയൊന്നുമില്ല. അതുപോലെ തന്നെ ഒരു സെറ്റിലും അത് സാറിനോട് എനിക്ക് പിണങ്ങേണ്ടി വന്നിട്ടില്ല. ഒരു സെറ്റിലും തിലകൻ ചേട്ടനോട് പിണങ്ങേണ്ടി വന്നിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങളൊരു ബോർണാണെന്ന് എന്നെ പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ടാണ് തിലകൻ ചേട്ടൻ പറയുന്നത് ഓരോ വ്യക്തിയെയും അടുത്തറിയണമെന്ന്. അടുത്ത ലക്ഷ്യം എന്താണ്? സിനിമ തന്നെ. ഞാൻ സിനിമാ നടനായിട്ട് തന്നെ മരിക്കും. ക്യാമറയുടെ മുന്നിൽ തന്നെ എനിക്ക് മരിക്കണം. എന്നെ ആർക്കും പുറത്താക്കാൻ പറ്റില്ല. ഫെഫ്ക പോകാൻ പറയ സാറേ എന്ന് പറഞ്ഞ പുതിയ സംവിധായകർ നാളെ വരും. പക്ഷെ ഒരാൾ ചെന്നില്ല എന്നുള്ളത് വേറൊരു സത്യം. ഫോറിൻ കൺട്രീസിൽ നിന്ന് 12 പ്രവാസികൾ വന്ന് മറ്റേ വിഗും റോസ് പൗഡറൊക്കെ വെച്ച സംവിധായകയില്ലേ, അയാളുടെ പടം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ നടപടികളെടുത്തു. ചുമ്മാ. അദ്ദേഹത്തിൻ്റെ അടുത്ത പടത്തിലും തിലകനാണ് പ്രധാന വേഷം. ചുമ്മാ. ആ സംവിധായകനും ഞാനുമായിട്ടുള്ള ബന്ധം സംവിധായകനും നടനുമായിട്ടുള്ള ബന്ധം മാത്രമാണ്. പുറത്താക്കിയപ്പോൾ ആ സംവിധായകൻ എന്നോട് സഹതാപം കാണിച്ചു. ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. പുറത്താക്കൽ ഒരു പക്ഷേ വലിയ ചേഞ്ച് ഓവർ ഉണ്ടാക്കും. ഞാൻ പിറകോട്ട് പോയില്ല. മരിക്കുന്നതുവരെ അതിനുവേണ്ടി പോരാടും. കാലിൻ്റെ തടസ്സം മാറാൻ, കാല് നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, അതാണ് ഒരാൾ പിടിക്കണേ. കാലിൻ്റെ തടസ്സം മാറാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ കൂടുതൽ തുക പ്രതിഫലമായി ചോദിക്കുന്നത്. എനിക്കത് അസുഖം മാറിക്കഴിഞ്ഞാൽ പിന്നെ ഹെൽപ്പറെ ആവശ്യമൊന്നുമില്ല, തിലകൻ ഒറ്റയ്ക്ക് നടക്കാൻ അറിയാം എന്നാണ് തിലകൻ ചേട്ടൻ പറഞ്ഞത്. പക്ഷേ അത് പ്രാവർത്തികമാക്കാൻ തിലകൻ ചേട്ടന് കഴിഞ്ഞില്ല. ഈ തിലകൻ ചേട്ടനെ കുറിച്ച് ഞാൻ എപ്പോഴും പഠിച്ചിട്ടുള്ളൊരു കാര്യം, നമ്മുടെ കലയുടെയും ജീവിതത്തിൻ്റെ അതിർവരമ്പ് അറിയാതെ പോയ ഹതഭാഗ്യനാണ് തിലകൻ ചേട്ടൻ. ക്യാമറയുടെ മുന്നിൽ മനോഹരമായി ജീവിക്കും അദ്ദേഹം. ഒരിക്കലും അഭിനയിക്കുകയാണെന്ന് നമുക്ക് തോന്നില്ല. ജീവിതം മുഴുവൻ അഭിനയിക്കുന്ന ആളുമായിരുന്നു. ആ അതിർവരമ്പ് എവിടെയോ വെച്ച് ലംഘിക്കപ്പെട്ടതാണ് തിലകൻ ചേട്ടൻ്റെ ജീവിതത്തിൽ പറ്റിയ പാതന. അതാണ് ഈ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത്. ശത്രുക്കളെ സ്വയം ഉണ്ടാക്കുന്നതാണ്. വാസ്തവത്തിൽ അവർ ഇദ്ദേഹത്തിൻ്റെ ശത്രുക്കളല്ല. ഇത് കേട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മക്കളടക്കം, പ്രത്യേകിച്ചും ആൺമക്കളടക്കം, എന്താ പറയുക, സിനിമയിലെ ഒരു കൂട്ടർ പ്രേക്ഷകരൊക്കെ തിലകൻ ചേട്ടൻ പറയുന്നത് ശരിയാണെന്ന് വിശ്വസിച്ച് ഒരുപാട് പേരുണ്ട്. ഈ അതിർവരമ്പ് ലംഘിച്ചു പോയതുകൊണ്ട് പറ്റിയൊരു കുഴപ്പമാണ് തിലകൻ ചേട്ടൻ. പാവമായിരുന്നു തിലകൻ ചേട്ടൻ. അത്ര എനിക്ക് പറയാനുള്ളൂ. എന്തായാലും വിശദമായി തിലകൻ ചേട്ടനെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ 3 എപ്പിസോഡും കണ്ടുവെങ്കിൽ. തിലകൻ ചേട്ടനെ പറ്റി കഥകൾ പറയാൻ ഒരുപാടുണ്ട്. തമാശ കഥകൾ ഇഷ്ടംപോലെ ഉണ്ട്. ഇനിയും തിലകൻ ചേട്ടൻ്റെ കഥ കുറച്ച് കാലം കഴിയുമ്പോൾ ഞാൻ പറയാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഈ പ്രോഗ്രാം കാണുന്ന നമ്മളെ തിരുവനന്തപുരത്തെ ഡബ്ബിങ് ആർട്ടിസ്റ്റ് എൻ്റെ പേര് കേസ് കൊടുത്ത ഭവതി അപ്പം തന്നെ ചിലപ്പോൾ ഈ തിലകൻ ചേട്ടൻ്റെ ശബ്ദം കൊടുക്കുന്ന ഒരുത്തുണ്ടല്ലോ, അവനെ വിളിക്കും, എടാ നിൻ്റെ അച്ഛനെ തെറി പറഞ്ഞടാ, നീ പോയി കൊടറ 2 അടി, അല്ലെങ്കിൽ ഒരു കേസ് കൊടറ എന്നൊക്കെ മൂപ്പിച്ച് വിടും. മൂപ്പിച്ച് വിട്ടാൽ ഈ മണ്ടൻ കേൾക്കുകയും ചെയ്യും. അങ്ങനെയാണല്ലോ ഞാൻ ഇരിക്കുന്നിടത്തുനിന്ന് വലിയ വാചകമൊക്കെ അടിക്കുന്നത്. യൂട്യൂബുകളിൽ മരിച്ചുപോയവരെക്കുറിച്ച് അനാവശ്യം പറയുന്ന യൂട്യൂബുകളെ നിരോധിക്കണം, അതിലൊരുത്തൻ ഇവിടെ ഇരിപ്പുണ്ടെന്നൊക്കെ പറഞ്ഞ് മൈക്ക് വാങ്ങിച്ച് പ്രസംഗിക്കുന്നത്. എൻ്റെ അടുത്ത് നിന്നുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. ഇത്രയും സ്ഥലം കിടന്നിട്ട് ആ വലിയ ശങ്കരനാരായണൻ തമ്പി ആഡിറ്റോറിയത്തിൽ മൈതാനം പോലെ സ്ഥലം കിടന്നിട്ട് എൻ്റെ കാലിൻ്റെ അടി ഒന്നുകൊണ്ടാണ് പറയണേ. ഞാൻ പോടാവില്ലേ എന്ന് പറഞ്ഞ അവിടെ ഇരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ കണ്ടിട്ട് ഇനിയിപ്പോൾ ഇളക്കി വിടും. ഞാനുള്ളതാണ് പറഞ്ഞത്. ഇല്ലെങ്കിൽ അയ്യന്താലി അജിത്കുമാറിൻ്റെ പുസ്തകം വാങ്ങി വായിക്കുകയോ ദൂരദർശനിലെ ആ ഇൻ്റർവ്യൂ എടുത്ത് കാണുകയോ ചെയ്താൽ മതി. യൂട്യൂബിൽ കാണും എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും മറന്നു തുടങ്ങിയ തിലകൻ ചേട്ടനെ പറ്റി ഇത്രയും ഓർമ്മിപ്പിക്കാൻ കഴിഞ്ഞില്ല. 3 എപ്പിസോഡ്, അതായത് 3 മണിക്കൂർ സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഒരുപാട് സന്തോഷം. നന്ദി, നമസ്കാരം.